തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ. 30 ദിവസത്തെ രാഷ്ട്രീയ പര്യടനത്തിന് തിരുവനന്തപുരം സമാപനം കുറിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് ഒരേ മുഖത്തേക്കായിരുന്നു. അത് ശശി തരൂരിൻ്റേത്. ഗ്രൂപ്പ് പോരുകളും അവഗണനകളും നിറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരമായിരുന്നു ഇന്നലെ കണ്ട ആ കാഴ്ചകൾ. എല്ലാ പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും വിസ്മൃതിയിലാഴ്ത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം മുൻനിരയിൽ തന്നെ തരൂർ നിലയുറപ്പിച്ചു. ഇത് വെറുമൊരു സാന്നിധ്യമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചന കൂടിയായിരുന്നു. നമുക്കറിയാം, കുറച്ചു നാളുകൾക്ക് മുൻപ് കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ തനിക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന് തരൂർ പരസ്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ഗ്രൂപ്പ് കളികളും തരൂരിനെ പോലൊരു നേതാവിനെ തഴയുന്നു എന്ന വാർത്തകൾ അന്ന് വലിയ രീതിയിൽ പ്രചരിച്ചു. എന്നാൽ പിന്നീട് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ അതിനിർണായകമായ ചർച്ചകളാണ് തരൂരിനെ വീണ്ടും സജീവമാക്കിയത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും തരൂരിൻ്റെ കൃത്യമായ സ്ഥാനം ഉറപ്പിക്കാനും ആ കൂടിക്കാഴ്ച സഹായിച്ചു എന്ന് വേണം കരുതാൻ. ഒരു കാലത്ത് തരൂരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ നാം മറന്നിട്ടുണ്ടാകില്ല. BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും മോദി സ്തുതി നടത്തുന്നുവെന്നും പറഞ്ഞ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ കുറ്റിയിൽ തളച്ചിട്ട BJPക്കാരൻ എന്നിവരെ ചിലർ അദ്ദേഹത്തെ പരിഹസിച്ചു. എന്നാൽ അത്തരം എല്ലാ ആരോപണങ്ങളെയും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ട കാഴ്ചകൾ. രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രഖ്യാപനങ്ങൾക്കും ആവേശത്തോടെ കൈയടിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തി ജനങ്ങളെ ആവേശത്തിലാഴ്ത്തിയും തരൂർ തൻ്റെ നിലപാട് വ്യക്തമാക്കി. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താൻ എത്രത്തോളം അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇന്നലെ സമാപിച്ച ഈ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ശശി തരൂർ നടത്തിയ പ്രസംഗം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം കൂടിയായിരുന്നു. ഇത് വെറുമൊരു യാത്രയുടെ സമാപനമല്ല, മറിച്ച് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിൻ്റെ ആരംഭമാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് UDF ആയിരിക്കുമെന്നും ഈ വിജയം ജനങ്ങളുടേതായിരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നു. വികസനത്തെക്കുറിച്ചും തൊഴിലായ്മയെക്കുറിച്ചും വളരെ കൃത്യമായ കാഴ്ചപ്പാടാണ് ശശി തരൂർ മുന്നോട്ട് വച്ചത്. കേരളത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം പുതിയ നിക്ഷേപങ്ങളും വ്യവസായങ്ങളുമാണ്. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന, നാളെയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയായി UDF മാറുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ വരാനിരിക്കുന്നത് എന്ന സൂചനയാണ് തരൂർ തൻ്റെ വാക്കുകളിലൂടെ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആ ജനസാഗരത്തെ സാക്ഷി നിർത്തി തരൂർ പറഞ്ഞത് ഈ കൂട്ടായ്മയെ തന്നെ വിജയത്തിൻ്റെ ലക്ഷണമാണ് കാണിച്ചിരിക്കുന്നത്. വിഭാഗീയതകൾ മറന്ന് നേതാക്കൾ ഒന്നിക്കുമ്പോൾ അത് അണികളിലുണ്ടാക്കുന്ന ആവേശം ചെറുതല്ല. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങളും തരൂരിൻ്റെ സാന്നിധ്യവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം എത്രത്തോളം ശക്തമായിരിക്കുമെന്നതിൻ്റെ സൂചനയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ പുതുയുഗ യാത്രയും അതിൻ്റെ സമാപനവും വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ UDF നേതാക്കളെ, തിരുവനന്തപുരത്ത് കൂടിയെത്തിയ എല്ലാ മഹാജനങ്ങളെ, ഇന്ന് പുതുയുഗ യാത്രത്തിൻ്റെ സമാപനം മാത്രമല്ല, ഒരു പുതുയുഗത്തിൻ്റെ ആരംഭമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ സംസ്ഥാനത്തിന് ഭരിക്കാൻ പോകുന്നത്. ഈ വിജയം നിങ്ങളുടെ വിജയമായിരിക്കും. UDF നിങ്ങളുടെ പേരിൽ ഈ നാടിൽ ഒരു പുതിയ ഒരു യുഗം കൊണ്ടുവരും, ഒരു സംശയവും വേണ്ട. ഓരോരോ ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വ്യവസായങ്ങളെ കൊണ്ടുവരാൻ നിക്ഷേപം ഈ സംസ്ഥാനത്ത് ആവശ്യമുണ്ട്, തൊഴിൽ ആവശ്യമുണ്ട്. ഇതിനെല്ലാത്തിനെയും കുറിച്ച് ചിന്തിച്ച് നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് UDF. നിങ്ങളുടെ നാളെ നന്നാക്കാനാണ് UDF മത്സരിക്കുന്നത്. ഞാൻ ഒരിക്കലും കൂടി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, ഈ വിജയം നിങ്ങളുടെ ആയിരിക്കും, UDFൻ്റെ ആയിരിക്കും. ജയ് UDF, ജയ് ഹിന്ദ്.